ഹായ്. കുറേ ദിവസം ഞാൻ കണ്ട ഒരു കാര്യമാണ് കുമളിയിലെ ഒരു കണ്ടക്ടറുടെ മരണത്തോടനുബന്ധിച്ച് നടക്കുന്ന കുറേയധികം വാർത്തകൾ. ഒത്തിരി പേര് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടു. ഞാൻ മൗനമായിട്ടിരുന്നു. അതിൻ്റെ ഒരു റീസൺ ഞാൻ പറയാം. എനിക്കിതിൻ്റെ ശരിക്കുള്ള ഇൻ ഡെപ്തിൽ എന്താണെന്നുള്ളതൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. സാധാരണ ഒരു സംഗീത ചാനലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വാസ്തവം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അയാൾ പറഞ്ഞതിൽ എവിടെയൊക്കെയോ എന്തോ പോയിന്റ്സ് ഉണ്ടെന്ന് തോന്നി. ഫസ്റ്റ് തിങ് നമ്മൾ ഈ രഞ്ജീഷിനെ ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ അയാളെ വിശ്വസിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് 2 വ്യക്തികൾ തമ്മിൽ പരസ്പരം പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മളുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുക, ഇവർ പറയണായിരിക്കും ശരി, അവർ പറയണായിരിക്കും ശരി എന്നുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും. പക്ഷെ എക്സാക്ട്ലി അവർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് അവർക്കല്ലേ അറിയാവുള്ളൂ. ഇപ്പൊ രഞ്ജീഷിന്റെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയെ അയാൾ പ്രണയിച്ചതാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച് അതിലൊരു കുഞ്ഞാകുമ്പോൾ അത്യാവശ്യം പൈസ ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോഴാണല്ലോ ഭാര്യയെ വിദേശത്തേക്ക് പറഞ്ഞു വിടുന്ന ഒരു സീൻ വരുന്നത്. ഭാര്യയെ വിദേശത്തേക്ക് വിടുന്നു. അവിടെ പോയി അവർക്ക് മറ്റൊരു ബന്ധവും ഉണ്ടാകുന്നു. അയാളെക്കാട്ടിയും കുറച്ച് ഏബിൾ ആണെന്ന് തോന്നുന്ന മറ്റൊരാളുമായിട്ട് അവർ റിലേഷൻഷിപ്പിൽ വരുന്നു. ഇവർ തമ്മിൽ നല്ല തകരാറിലാകുന്നു. കുട്ടിയുടെ കസ്റ്റോഡിയൻ അയാളുടെ കയ്യിലാകുന്നു. ഇത്രയും ദിവസം വളർത്തിയ കുഞ്ഞിനെ അവർ നിയമം മൂലം, അതായത് നിയമയുദ്ധത്തിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരിത് നടത്തുകയും ചെയ്യുന്നു. ഇതും ഓക്കെ, കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. അടുത്ത് പുള്ളിക്കെതിരെ ഒരു കേസാണ് കൊടുക്കുന്നത്. എന്താണ് കേസ്? ജീവനാംശം, തന്നെ വിവാഹം കഴിച്ചതിൽ തൻ്റെ കുട്ടിക്ക് അവകാശപ്പെട്ട സ്വത്ത് ഇതൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിൽ അതിനും വിധി ഉണ്ടാകുന്നു. അപ്പോൾ തക്കതായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടായിരിക്കുമല്ലോ അവർ ആ വിധി നേടിയിട്ടുണ്ടാവുക. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞിൻ്റെ കസ്റ്റഡി, ആ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനുള്ള ഇത് ഒക്കെ അവർ നേടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വില്ലൻ ആര്, വില്ലത്തി ആര് എന്നുള്ളൊരു ഡിസ്കഷനാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ നടക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള ഒരു കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആണുങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആരും ചിന്തിക്കത്തില്ല. ഞാൻ സ്ത്രീപക്ഷവാദിയാണ്. ഓഫ് കോഴ്സ് എനിക്ക് സ്ത്രീകളോടാണ് കൂടുതൽ കൺസേൺ, ബിക്കോസ് എൻ്റെ വിഭാഗമായതുകൊണ്ട് തന്നെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിനകത്തുള്ള ഒരു പോയിന്റ് ഒന്ന് പറയാതെ പോകരുതെന്ന് തോന്നി. അതുകൊണ്ട് പറയാം. രഞ്ജീഷിൻ്റെ അവസ്ഥ പറയാം. ഒരു കണ്ടക്ടറാണ് പുള്ളി. അതിൽ കൂടെ കിട്ടുന്ന വരുമാനം തുച്ഛമായത് കൊണ്ടായിരിക്കാമല്ലോ കുറച്ച് അധിക വരുമാനത്തിനായി വൈഫിനെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടിട്ടുണ്ടാവുക. ആഫ്റ്റർ മാരേജ് ആണ് ആ കുട്ടി വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ തയ്യാറായി വരുന്നത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പെണ്ണുങ്ങൾക്ക് വേണമെന്ന് അവകാശപ്പെടുന്നവൾ തന്നെയാണ് ഞാൻ. പക്ഷേ നമ്മൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്, ചെറിയ ഉത്തരവാദിത്വമൊന്നുമല്ല. അവിടെ ആ കുഞ്ഞിൻ്റെ ഒപ്പം നിൽക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടുകൊണ്ട് അവളെ വിദേശത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തോ സംതിങ് ഇല്ലേ? അതാണ് എൻ്റെ ആദ്യത്തെ ഒരു സംശയം വന്നിട്ടുള്ളത്. രഞ്ജീഷ് എന്ന വ്യക്തി നല്ലവനാണോ ചീത്തയാണോ എന്നുള്ളതിന് മുമ്പ് ആ കുട്ടീനെ അവൻ്റെ കസ്റ്റഡിയിൽ കൊടുത്തിട്ട് അവളെ പണിക്ക് വിടുന്നതിന് പകരം അയാൾക്ക് പോകാമല്ലോ. ഒരു അമ്മയുടെ സാമീപ്യമാണ് ഏറ്റവും അധികം കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അവളെ വെറും ഒരു മണി മേക്കിംഗ് മെഷീനാക്കി വെച്ചു എന്ന ഒരു ചിന്ത ആ പെങ്കൊച്ചിന് വന്നതുകൊണ്ടായിരിക്കത്തില്ലേ ഇവനുമായിട്ടൊരു അകൽച്ച അവൾക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ കുഞ്ഞ് ഭദ്രമായി അയാൾക്കൊപ്പമുണ്ട്, അപ്പോൾ എൻ്റെ കുട്ടീനെ അയാൾ നോക്കും, നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന ഒരു ചിന്ത അവളിലേക്ക് അവന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. എൻ്റെ സംശയങ്ങളാണ് കേട്ടോ. ഇത് കറക്റ്റാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. മരണം കൊണ്ട് ഒരാൾ നല്ലവനാക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ശങ്കിയിട്ട ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ. അങ്ങ് ഇടുക്കിയിലെ കുമളിയിൽ എങ്ങാണ്ടോ ഒരു സ്വകാര്യ ബസ് കണ്ടക്ടർ ആത്മഹത്യ ചെയ്തു. അവന്റെ ഭാര്യ കാരണമാണെന്നാണ് പറയപ്പെടുന്നത്. പലരും പറഞ്ഞൊരു വർത്തമാനമായിരുന്നു അത്. വിഷം കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുമ്പോഴാണ് ഒരാഴ്ചയ്ക്ക് ശേഷം രാധാകൃഷ്ണൻ ഇന്ദിര ദമ്പതികളുടെ മകൻ രഞ്ജീഷ് മരണപ്പെടുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വ്യാപകമായി പ്രചരിച്ചിരുന്നു. രഞ്ജീഷ് ജോലി ചെയ്തിരുന്ന സ്ഥിരം യാത്രക്കാരടക്കം ആ മരണത്തിൽ മനം നൊന്ത് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടിരുന്നു. രഞ്ജീഷും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അയാൾ ജീവൻ ഒടുക്കിയതെന്നും സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളിൽ വ്യക്തമായിരുന്നു. മരണപ്പെട്ടത് ഒരു സ്ത്രീയായിരുന്നുവെങ്കിൽ ഫെമിനിസ്റ്റുകളും പാവാടതാങ്ങികളായ ആങ്ങളമാരും വാളെടുത്ത് ഉറഞ്ഞു തുള്ളുമായിരുന്നു. പക്ഷേ രഞ്ജീഷ് ഒരു പുരുഷനാണ്. അയാൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് പേരൊന്നും ഉണ്ടാകില്ല. രഞ്ജീഷിന്റെ ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങൾ അറിയണമെന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് 200 കിലോമീറ്ററിൽ ഈ പുള്ളിക്കാരൻ അവിടെ പോയി ഇത് അന്വേഷിച്ചു. അതേ അന്വേഷണത്തിൽ പുള്ളിക്ക് കിട്ടിയ വിവരണമാണ് പുള്ളി പറഞ്ഞത്. ഞാനത് കോപ്പി ചെയ്ത് പറഞ്ഞതാണ്. ഞാൻ അതൊന്നും ആസ് ഇറ്റ് ഈസ് എടുത്ത് വെക്കുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം 2 ഭാഗത്തും ശരി തെറ്റുകൾ അനലൈസ് ചെയ്യാനോ വിമർശനം പറയാനോ ഒന്നുമല്ല ഇത് പറയുന്നത്. ഒരു ഒരു അതിനകത്തുള്ള ഒരു ലൂപ്പാണ് ഞാൻ പറഞ്ഞത്. ഐ മീൻ ഒരു ലൂപ്പ് ഹോളാണ് പറയുന്നത്. 100% എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കത്തില്ലേ അവൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. പിന്നെ കുട്ടീനെ വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞു ചടങ്ങിലേക്ക്.
ആ ചടങ്ങിലേക്ക് വിട്ടുകൊടുക്കാത്തതിൻ്റെ അത്രത്തോളം വൈരാഗ്യം അവൾക്ക് ഉണ്ടാകണമെങ്കിൽ അതിലെന്തൊക്കെയോ ഇല്ലേ? എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നല്. സത്യാവസ്ഥ എന്തെന്ന് പറയാനായിട്ട് രഞ്ജിഷ് ഇപ്പം ജീവിച്ചിരിപ്പില്ലല്ലോ. അവരുടെ സുഹൃത്തുക്കൾക്ക്, അയാളുടെ സുഹൃത്തുക്കൾക്ക് അയാളൊരു നല്ല വ്യക്തി തന്നെയാണ്. 100% ആണ്. ഒരു തർക്കവുമില്ല. ഇപ്പം നമ്മള് ഒരുപാട് പേരെ ഒരുപാട് ക്രിമിനൽസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ ക്രിമിനൽസുകളൊക്കെ തന്നെ പലർക്കും പല രീതിയിൽ നല്ലവരാണ്. ഇപ്പൊ ഗോവിന്ദച്ചാമിയുടെ ഭാര്യയുടെ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ ഗോവിന്ദച്ചാമിയാണ് ദ പെർഫെക്റ്റ് ഹസ്ബൻഡ് എന്ന് പറയും. പക്ഷെ നമുക്ക് അയാൾ എന്താണ്? അതുപോലൊരു ടേമാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ആ ഭീകരത അത് കൂടുതൽ പറയുന്ന അയാൾ ജീവൻ അവസാനിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു വ്യക്തി, ആ രഞ്ജീഷ് എന്ന വ്യക്തിയോട് എൻ്റെ ഒരു സംശയമാണ്. അമ്മ എന്ന് പറയുന്ന ഒരാള് രഞ്ജീഷിനില്ലേ? ഈ ഭാര്യയെ മാത്രമാണോ അയാളുടെ ഉത്തരവാദിത്വം? പെട്ടെന്നൊരു ദിവസം എനിക്ക് ഈ ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോകാൻ, ആരോടുള്ള വാശിപ്പുറത്ത് ഇട്ടെറിഞ്ഞു പോകുമ്പോൾ നമുക്ക് മരിക്കാൻ പെട്ടെന്ന് സാധിക്കും. ആരാണ് മരിക്കാൻ ആഗ്രഹിക്കാത്തത്? വളരെ വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും അല്ലാത്ത ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മൈസെൽഫ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോഴൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്? നമുക്ക് ഈസി ആയിട്ട് അത് ഈസി ഗോയാണ്. ഭീരുക്കളാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. ധൈര്യം വേണം ജീവിക്കാൻ. പലരും പറയും ധൈര്യം വേണം മരിക്കാനെന്ന്. അല്ല, ധൈര്യമാണ് വേണ്ടത് ജീവിക്കാനാണ്. ജീവിച്ച് കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ ഒരാൾ ഇഗ്നോർ ചെയ്താൽ, നമ്മളെ ഒരാൾ അവോയ്ഡ് ചെയ്താൽ, നമ്മളെ ഒരാൾ ഉപേക്ഷിച്ചാൽ, അയാൾക്ക് നമ്മൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുന്നത്. ഇയാൾ ഇവിടെ നശിപ്പിച്ചത് എന്തൊക്കെയാണ്? ഈ കുട്ടീനെയും കൊണ്ട് അവൾ പോകുന്നു. നാളെ അവൾ പോയി ജീവിക്കുന്നവൻ ഈ കുട്ടീനെ ഏതെങ്കിലും രീതിയിൽ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ കുഞ്ഞെങ്ങോട്ട് പോകും? ഓടി വരാൻ അവനിവിടെ വേണ്ടേ? അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാനിവിടെ ഉണ്ടാകണമെന്നൊരു ചിന്ത അവന് വേണ്ടേ? ഇവിടെ എന്താ നടന്നേ? അവളെ തോൽപ്പിക്കണം. എങ്ങനെയും തോൽപ്പിക്കണം. അതിന് എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല. ചില അമ്മായിയമ്മമാരുടെ പരിപാടി ഇങ്ങനെയാണ്. ചില നാത്തൂമാരെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, മോൻ ചത്താലും കുഴപ്പമില്ല, മരുമോക്കും നാത്തൂനും പണി കൊടുക്കണമെന്ന് പറയുന്ന ടൈമില്ലേ? അതുപോലൊരു ടൈം മാത്രമാണിത്. അയാളെപ്പോലൊരു ഭീരു വേറെ ഇല്ല. വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി തന്നിൽ നിന്ന് അകലുന്നു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും കൗൺസിലിങ്ങിന് വിധേയമാക്കാനും ക്ലിയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇല്ല, കൈവിട്ടു പോയി എന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അമിക്കബിളി അതങ്ങ് വിട്ടുകൊടുക്കുക. നമ്മളെ വേണ്ടാത്ത ഒരാളുടെ പിറകെ പോകുന്നതാണോ യഥാർത്ഥ പ്രണയം? ഒരിക്കലുമല്ല. പ്രണയം എന്ന് പറയുന്നത് ത്യാഗവും കൂടിയാണ്. പല ചരിത്രം അങ്ങനെയല്ലേ നമ്മളെ തെളിയിക്കുന്നത്. ഈ തീവ്ര പ്രണയങ്ങളെല്ലാം ത്യാഗത്തിൽ കൂടെ വരുന്നതാണ്. നമ്മൾ ഒന്നിച്ചു ചേരുന്ന പ്രണയങ്ങൾ പ്രണയമല്ലാതായി മാറുന്നത് പിന്നീട് നമ്മൾ കാണുന്നുമുണ്ട്. യഥാർത്ഥ പ്രണയം അതങ്ങനെയാണ്. രഞ്ജീഷിന്റെ പ്രണയം യഥാർത്ഥമാണോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. അയാൾ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കുഞ്ഞിനോട് അയാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് എന്താ വിചാരിക്കുന്നത്? കോടതി എന്ന് പറയുന്നത് രഞ്ജീഷിന് മാത്രം, ആ പറയുന്ന സ്ത്രീക്ക് മാത്രമല്ല, രഞ്ജീഷിനും ഉള്ളതാണ്. എൻ്റെ കുഞ്ഞിനെ കാണാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് പറയാൻ അയാൾക്ക് പൂർണ്ണമായും സാധിക്കും. ഉള്ള തുച്ഛ വരുമാനം വെച്ചിട്ട് നല്ലൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞാൽ കോടതി വിധി ഉണ്ടാകും. 18 വയസ്സ് വരെ അവൾക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ബോധമണ്ഡലത്തിലേക്ക് എന്താണ് എന്നുള്ളത് കയറി ചെല്ലുക തന്നെ ചെയ്യും. അവന്റെ പിതൃത്വം അവൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ആ കുട്ടിക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്ത് തമ്മിൽ തർക്കമാണെങ്കിലും ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് എല്ലാം തണുക്കും. ഇവിടെ മുകേഷും ഭാര്യയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തെറിവിളിയും ബഹളമായിരുന്നു. സരിതയും ലാസ്റ്റ് മകന്റെ വിവാഹത്തിൽ അവൻ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സരിതയുടെ മുഖം വേണം കാണാൻ. ഏറ്റവും പൊറുക്കുന്ന വ്യക്തിയായിരുന്നു വെച്ചപ്പോൾ മുകേഷ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. തല്ലുന്നു, ഉപദ്രവിക്കുന്നു, വൃത്തികെട്ടവൻ, സ്ത്രീലമ്പടൻ എന്നൊക്കെ പറഞ്ഞിട്ട് മകന്റെ വിശേഷം വന്നപ്പോൾ അയാൾ വേണ്ടി വന്നു. അയാൾ വേണമെന്ന് പറഞ്ഞു. ഉർവശി, ഈ മനോജ് കെ ജയൻ, അത് അവർ തമ്മിലുള്ള ഈ ഇങ്ങനെ നിൽക്കുന്നവരെ പറയണതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിസിബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. മനോജ് കെ ജയന് മകളെ സിനിമയിലേക്ക് ഇറക്കണമെങ്കിൽ ഉർവശിയെ പുകഴ്ത്തേണ്ടി വന്നു. ഇതേ മനോജ് കെ ജയനാണ് ഒരിക്കൽ ഇരുന്നുകൊണ്ട് ഉർവശി മഹാമോശമെന്ന് പറഞ്ഞത്. ഇന്ന് കരഞ്ഞുകൊണ്ട് അവരതിന് മറുപടി പറയുന്നുണ്ട്. അന്ന് നിങ്ങൾക്കത് തോന്നിയില്ലേ ഞാൻ പ്രീഷ്യസ് ആണെന്ന്? അവർ വൃത്തിയായിട്ട് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എത്രയും നാളത്തെ അവരുടെ ഹിസ്റ്ററിയിലുള്ള അവരുടെ ആ ഒരു ഡാമേജ് മനോജ് കെ ജയന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? മോശം പറഞ്ഞ ആ സ്ത്രീയെ ഡീഗ്രേഡ് ചെയ്ത ആ ഒരു ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഉർവശിയുടെ വയസ്സിലുള്ള ബാക്കി നടികളെ നോക്കൂ. ആർക്കെങ്കിലും ഇത്ര പ്രായം തോന്നുന്നുണ്ടോ? അവരുടെ സ്ട്രെസ്സാണ്, അവരുടെ വൈഷമ്യമാണ് അവരെ കൊണ്ട് ഇത്രയും പെട്ടെന്ന് വയസ്സാക്കിച്ചത്. അവരുടെ പ്രൊഫഷനാണത്. ആ പ്രൊഫഷനിൽ കുറച്ച് എങ്ങായി നിൽക്കുക എന്നുള്ളത്, നിലനിർത്തുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. മമ്മൂട്ടിയെ മോഹൻലാലിനും പ്രായം തോന്നാത്ത എന്തുകൊണ്ടാണ്? അവരത് സെക്യൂറായി കൊണ്ടുപോകുന്നു. അവരുടെ ലൈഫിൽ ഒരു രീതിയിലുള്ള സ്ട്രെസ്സും വരാതിരിക്കാൻ അവർ നല്ല കെയർ ചെയ്യുന്നു.
ലൈഫിൽ നമ്മൾ മേക്കപ്പോ അല്ലെങ്കിൽ കുറച്ച് റെമഡിയോ സപ്ലിമെൻ്ററി ടാബ്ലറ്റോ ഇതൊന്നുമല്ല നമ്മളെ യങ്ങായി നിലനിർത്തുന്നത്. നമ്മുടെ ലൈഫിൽ ആ ഒരു സമാധാനമാണ്. ആ സമാധാനം കീപ്പ് ചെയ്യാൻ ചില സാക്രിഫൈസുകൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. ഈ രഞ്ജീഷിൻ്റെ വിഷയത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത് ആ അമ്മയോടാണ്, രഞ്ജീഷിൻ്റെ അമ്മയോടാണ്. അവരുടെ ആകെ ബലമാണ് ആ കുട്ടി. നമ്മളുടെ ഏറ്റവും വലിയ പണിഷ്മെൻ്റ് എന്താണെന്നറിയാമോ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇല്ലാണ്ടാകുന്നതാണ്. ലോകത്ത് ഏതൊരമ്മയോടും ഏതൊരു പേരൻറ്റോടും നിങ്ങൾ ചോദിച്ചു നോക്കുക, അവർ പറയും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അത്രയും സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളെ വിട്ടു പോകുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടം വരിക എന്ന് പറയുന്നതിൽ പരം ഒരു പണിഷ്മെൻറ്റ് ദൈവം നമുക്ക് തരാനില്ല. ആ സ്ത്രീ എത്ര വേദനിക്കുന്നുണ്ടാകും. മകൻ്റെ ജീവിതം നശിച്ചു, പക്ഷെ അമ്മയില്ലേ? അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചൂടെ? അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ടാവത്തില്ല എൻ്റെ മകൻ ഉണ്ടാകണമെന്ന്. മറ്റൊരു ജീവിതം വേണമെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പോൾ ചിലർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത് തന്നെ ഒരാളെ സ്വീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരായിരിക്കും മെജോറിറ്റി. അപ്പോൾ അയാൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എന്നാലും ഈ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു റെമഡി, ക്വിക്ക് റെമഡി, ജീവിതം അവസാനിപ്പിച്ച ആളുകളെ തോൽപ്പിക്കുക. സ്വയം തോൽക്കുകയല്ലേ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഒരു പരാജിതനെയാണ് ഞാൻ അയാളിൽ കൂടെ കണ്ടിട്ടുള്ളത്. അയാളൊരു പരാജയപ്പെട്ട വ്യക്തിയാണ്. ആ പരാജയമാണ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കൃത്യമായി റെമഡി കണ്ടുപിടിച്ച് അത് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ച് അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നെങ്കിൽ പുള്ളിക്ക് ഈ ഈ ഈ ഒരു ഇത് നേരിടേണ്ടി വരത്തില്ലായിരുന്നു. നാട്ടുകാർക്ക് മൊത്തം സമ്മതനായ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തി സ്വന്തം വീട്ടിൽ ഇഷ്ടമില്ലാണ്ടായി പോയത് എങ്ങനെയാണ്? ആ സ്ത്രീക്ക് അവനോട് വെറുപ്പ് തോന്നിയത് എന്തുകൊണ്ടാണ്? പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു വ്യക്തിയെ വെറുക്കുന്ന തലത്തിലേക്ക് അയാളുടെ പ്രവൃത്തി എവിടെ എത്തി എന്നുള്ളത് ചിന്തിക്കേണ്ടതല്ലേ? നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ രണ്ട് ഭാഗം ചിന്തിക്കേണ്ടേ? ആ സ്ത്രീയുടെ കാമഭ്രാന്താണ്, അവർ മറ്റൊരാളോടെ പോയി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നവരോടാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു പെണ്ണ് ചിന്തിച്ചെത്തണമെങ്കിൽ അതിനകത്ത് എന്തോ ഉണ്ട്. നമ്മുടെ സോഷ്യൽ അതായത് സാമൂഹ്യ വ്യവസ്ഥ, ഈ ഒരു വ്യവസ്ഥയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒന്നിൽ കൂടുതൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ പെണ്ണ് നേരിടുന്ന ആക്രമണം അസാധ്യമാണ്, സഹിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന നമ്മൾ 10 വട്ടം അല്ല 1000 വട്ടം ചിന്തിക്കും മറ്റൊരു പുരുഷൻ എന്നുള്ളത്. ആണുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. 1, 2, 3 ഒക്കെ കിട്ടാം. അതവൻ്റെ ചുണയാണെന്ന് പറയുന്ന ഒരു സമൂഹ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ പെണ്ണങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ ആ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടായിരിക്കത്തില്ലേ? അവൾ വിദേശത്താണ്, അവളുടെ ജോലി പോയെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ആഘോഷിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അവൾക്കത് വിഷമാവത്തില്ല. കാരണം ഇപ്പോൾ കൂടിയിരിക്കുന്നവളെ ചിലവിന് കൊടുക്കും എന്നുള്ളത് അവൾക്ക് ഉറപ്പുണ്ടായിരിക്കാം. അങ്ങനെ ഇരിക്കുന്നത് നല്ലതാണെന്നും എൻ്റെ അഭിപ്രായമില്ല. ആ പെണ്ണ് ശരിയാണെന്നും എൻ്റെ അഭിപ്രായമില്ല. അവരുടെ പ്രവൃത്തിയല്ല ഞാൻ പറഞ്ഞത്. ചില ബന്ധങ്ങളെ നമ്മൾ മാനിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ പിഴവ് വന്നതുകൊണ്ടാണ് പുള്ളിക്ക് വിഷം കഴിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അയാൾ അതുകൊണ്ട് എത്തിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ സുമേഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ പോയി അന്വേഷിച്ച് മനസ്സിലാക്കി ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഇത് അയാളുടെ ചാനലാണ്. സുമേഷ് മാർഗോപോളോ എന്നാണ് ചാനലിൻ്റെ പേര്. നിങ്ങൾ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, അതിൽ മുഴുക്ക ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുമ്പോൾ ആ സ്ത്രീയുടെ ഭാഗം എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല, പറയുന്നില്ല? ഈ കുഞ്ഞിപ്പം ഇനി ആ കുഞ്ഞിനെ ആര് കൺസേൺ ചെയ്യണം, ആര് വളർത്തണം? അതും കൂടെ ഇല്ലാണ്ടാകണോ നിങ്ങൾക്കൊക്കെ? അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അവൾ പറയാത്തിടത്ത്, അവൻ പറയാത്തിടത്ത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കും? പിന്നെ ഒരു ഫോട്ടോ വന്നു, അതിനെ ബേസ് ചെയ്താൽ പുള്ളി അത് ചെയ്തതെന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയ ഒരു രംഗമെടുത്ത് അവനെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ നാട്ടിലോ നാട്ടുകാർക്കിടയിലോ ബന്ധുക്കൾക്കിടയിലോ അവളെ മാറ്റിയിട്ടുണ്ടാകാം. തിരിച്ച് അവനെ നോവിക്കാൻ അവൾ കണ്ടുപിടിച്ചൊരു ഇതായിരിക്കും. അതിൽ അവൻ ജീവൻ കളയുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല. എനിവേ ഹാപ്പൻ ഈസ് ഹാപ്പൻ. പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ മൗനമായിട്ടിരുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ സ്പേസില്ല. ഇനി ഇതും പറഞ്ഞ് ഞാൻ ഏറി കയറണ്ടെന്ന് വെച്ചിട്ട് ഉണ്ടായിരുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ഈ രീതിയിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ചെയ്തിട്ടുണ്ടാവുക. ശരികളാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഒരാളെ വേണ്ട എന്ന് വെച്ച് സെപ്പറേറ്റഡ് ആയ ശേഷം മറ്റൊരാൾക്കൊപ്പം പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ആ വ്യക്തിയെ വെച്ചുകൊണ്ട് ആ വിശ്വാസവഞ്ചന ചെയ്യുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നതല്ല. ലോകത്തെ ഏറ്റവും തെറ്റായ ഒരു സംഗതി എന്ന് പറയുന്നത് വിശ്വാസവഞ്ചനയാണ്. നമ്മളൊരാളെ വിശ്വസിച്ചാണല്ലോ വിദേശത്തേക്കൊക്കെ പറഞ്ഞു വിടുന്നത്. ഇപ്പോൾ പ്രവാസികളായ ഒത്തിരി പേരുണ്ട്. ഭാര്യമാർ വിശ്വസിച്ചാണ് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അവിടെ ചെന്ന് ഇവന്മാരെന്ത് കാട്ടിക്കൂട്ടുന്നത് ആർക്കറിയാം? പെണ്ണിൻ്റെ കാര്യം അത് തന്നെയാണ്. അവിടെ ചെന്ന് എന്നെ ചതിക്കില്ല എന്ന വിശ്വാസത്തിലല്ലേ വിടുന്നത്. ആ വിശ്വാസത്തിനെ വഞ്ചിക്കുന്ന ഒരു വ്യക്തിയും നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ എവിടെയോ എന്തോ സംതിങ് പിശി. അതാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. പൊങ്കാലകൾ സ്വാഗതം. നന്ദി.